ഇന്നലെ ഡൽഹിയിൽ നടന്നത് ശരിയായോ തെറ്റായോ എന്ന് കാലം തെളിയിക്കട്ടെ. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്, മനോഹാരിതയാണ്. പക്ഷേ ഏത് വിഷയത്തിന് പ്രതികരിക്കുന്നു, എന്തിന് പ്രതികരിക്കുന്നു എന്നതൊക്കെ പലപ്പോഴും സമൂഹം ചർച്ച ചെയ്യും. ലോകത്ത് ഒരുപാട് വിദ്യാർത്ഥി സമരങ്ങൾ നടന്നിട്ടുണ്ട്. മുല്ലപ്പൂ സമരവും മുല്ലപ്പൂ വിപ്ലവവും, സമരമെന്ന് പറഞ്ഞാൽ പോരാ, മുല്ലപ്പൂ വിപ്ലവവും ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ നടന്ന സമരവുമൊക്കെ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ചൈനയിലെ സമരം വിദ്യാർത്ഥികൾ മാത്രമാണ് അത് ചെയ്തത്. ഇന്നലെ സോഷ്യൽ മീഡിയകളിൽ ധാരാളം പോസ്റ്റ് ഡൽഹിയിലെ സമരത്തെക്കുറിച്ച് വന്നിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാച്ചിങ് ആയി തോന്നിയത് ഏഷ്യാനെറ്റിലെ ധനേഷ് രവീന്ദ്രൻ. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്, വളരെ ഡൈനാമിക് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. ഇപ്പോൾ കുറച്ച് കാലമായി ഡൽഹിയിലാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ ഡൽഹിയുടെ ഒരു അനുഭവം കിട്ടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ തലയിൽ വളരെ ഡൈനാമിക്കായി ഡൽഹി വിശേഷങ്ങൾ പറയുന്ന ധനേഷ് രവീന്ദ്രൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഞാൻ അതുപോലെ അവതരിപ്പിക്കും. വളരെ ചെറിയ പോസ്റ്റാണ്. മിന്നൽ വേഗത്തിലായിരുന്നു ജന്തർ മന്ദറിൽ ഇന്നലെ പോലീസ് നടപടി. CJPയുടെ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരപ്പന്തൽ അടക്കം പോലീസ് അടിച്ച് തകർത്തത് ശരവേഗത്തിലായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ഈ നടപടി. ആ സമയത്ത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരും CJP പ്രവർത്തകരും ജന്തർ മന്ദറിൻ്റെ പ്രധാന വേദിക്ക് സമീപമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 3:30യോടെയാണ് കേരള ഹൗസ് ഭാഗത്തു നിന്ന് സമരക്കാർ ഓടി വരുന്നത് കണ്ടാണ് എന്താണ് സംഭവമെന്ന് ഞാൻ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് പ്രധാന വേദിക്ക് പിറകിൽ നിന്നും എൻ്റെയും ക്യാമറമാൻ വേലുച്ചേട്ടൻ്റെയും മുന്നിലേക്ക് ജന്തർ മന്ദറിലെ ബാരിക്കേഡ് കടന്ന് സമരക്കാർ ഓടുന്നു. പലരും കഷ്ടപ്പെട്ടാണ് ബാരിക്കേഡ് ചാടിക്കടന്നത്. പിന്നീട് നോക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സമരവേദിക്ക് മുകളിൽ സമരക്കാരെ അടക്കം അടിച്ചിറക്കി അവിടെ കെട്ടിയിരുന്ന തുണി കീറി എറിഞ്ഞു. ഒപ്പം മഴ നനയാതിരിക്കാൻ കെട്ടിയ സംവിധാനങ്ങളും അഴിച്ചു നീക്കി. അവിടെയുണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റി, അംബേദ്കറിൻ്റെയും ഗാന്ധിജിയുടെയും ചിത്രങ്ങൾ എടുത്തു മാറ്റി പുറത്തേക്ക് കൊണ്ടുപോയി. തലങ്ങും വിലങ്ങും ആ സമയത്ത് സമരസ്ഥലത്ത് ലാത്തി ചാർജ് നടക്കുകയാണ്. ജന്തർ മന്ദറിന് സമീപമുള്ള കെട്ടിടത്തിൻ്റെ കാമ്പൗണ്ടിൽ നിന്നടക്കം സമരക്കാർ പുറത്തേക്ക് ഓടി. പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മാറ്റിയ പോലീസ് വിദ്യാർത്ഥികളെ അതുവഴിയും ഓടിച്ചു. ചിലരെ തല്ലി, പെൺകുട്ടികൾക്കടക്കം മർദ്ദനമേറ്റു. ചിലർ മുന്നിലേക്ക് വന്നത് തലപൊട്ടി ചോരയൊലിച്ചു. പോലീസ് നടപടിയെ പ്രതിഷേധം സമരക്കാർ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു. കേന്ദ്രസേനയും ദില്ലി പോലീസും ചേർന്ന് പ്രധാന വേദി കൂടാതെ SFI, ഐസ തുടങ്ങിയ സമരം ചെയ്യുന്ന പിന്തുണയുമായി എത്തിയ വിദ്യാർത്ഥി സംഘടനകളുടെ സമരസ്ഥലവും അടിച്ച് തകർത്തു. അപ്പോൾ CJPക്കാരെ മാത്രമല്ല, അത് സമാന്തരമായി ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് സംഘടനകളും വന്നിട്ടുണ്ട് അവിടെ. എന്തായാലും സാധാരണ സമരത്തോട് സമീപനം പാലിക്കുന്ന ഡൽഹിയിലെ പോലീസ് കർഷക സമരത്തിലും ഗുസ്തി താരങ്ങളുടെ സമരത്തിനിടയിലും കനത്ത നടപടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ ധനേഷ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് പോലീസ് നടത്തിയത് കരുതിക്കൂട്ടിയുള്ള നീക്കം സമരപ്പന്തലടക്കം അടിച്ചു പൊളിച്ച് സമരക്കാരെയെല്ലാം അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം ജന്തർ മന്ദറിൻ്റെ ഉള്ളിലേക്ക് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരെ പോലീസ് കയറ്റിയത്. പോലീസ് അവർക്ക് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് സേനകളെ എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ യുവ പ്രക്ഷോഭത്തെ നേരിട്ട കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ശരിയാണോ എന്ന് കാലം തെളിയിക്കട്ടെ എന്നാണ് ധനേഷ് അവസാനിപ്പിക്കുന്നത്. ധനേഷിൻ്റെ ആ ഒരു വളരെ വളരെ രസകരമായൊരു അവസാനിപ്പിക്കൽ വളരെ കൗതുകമുള്ളതാണ്. കാലമാണ് എല്ലാം തെളിയിക്കേണ്ടത്. ശരിയാണ്. ജനാധിപത്യത്തിൽ ഒരു ഭരണമാറ്റം വരുന്നതോ അല്ലെങ്കിൽ ഒരു സംവിധാനമല്ല. അവർ ഉയർത്തിയ വിഷയങ്ങൾ എനിക്കറിയാം. കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് പേരെ പോയിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പാർട്ടിയിലും പെടാത്ത ഒരുപാട് പേർ പോയിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ ഒരു സൗന്ദര്യം. കാര്യം കേരളത്തിൽ അങ്ങനെ ഒരു സൗന്ദര്യമൊന്നുമില്ല. കേരളത്തിൽ പാർട്ടിക്കാർ സമരം ചെയ്താലോ അല്ലെങ്കിൽ ജാതിമത സംഘടനകൾ ആരാണോ ആഹ്വാനം ചെയ്ത് അവരുടെ അണികൾ വരും എന്നുള്ളതല്ലാതെ അതിലുമായി ബന്ധമില്ലാത്ത ഒരാളും കേരളത്തിൽ സമരത്തിന് പോയതായിട്ട് എനിക്കറിയില്ല. ഇനി കാണുമ്പോൾ പൊതു വിഷയമല്ലേ, നമുക്ക് കൂടി സമരത്തിന് പോയി കളയാം എന്ന് ആരും ധരിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ മുല്ലപ്പെരിയാർ സമരമൊക്കെ വളരെ കൃത്യമായിട്ടാണ് കേരളത്തിൽ പൊതുജന സമൂഹത്തിൽ നടക്കുന്നത്. അതെന്തുകൊണ്ട് സമൂഹം എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഡൽഹിയിൽ നടന്ന ഈ സമരം അല്ലെങ്കിൽ നടക്കുന്ന സമരം ഒരു കോസിന് വേണ്ടിയാണ് എന്നുള്ള നിലയിൽ ബാക്കി ആര് നടത്തുന്നു,
എന്ത് ചെയ്യുന്നു, അവരുടെ പിന്നിൽ വിദേശ ശക്തികളുണ്ടോ, സ്വദേശ ശക്തികളുണ്ടോ, സാമ്രാജ്യത്വ വിരുദ്ധരുണ്ടോ, രാജ്യദ്രോഹികൾ, അതെല്ലാം വിഷയമാണ്. അതെല്ലാം ചർച്ച ചെയ്യാം. അതെല്ലാം ഉണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പിന്നെ മാത്രമല്ല ഇപ്പം MA ബേബി അടക്കമുള്ള ആളുകൾ രാധാകൃഷ്ണന് തല്ല് കിട്ടിയെന്ന് പറയുന്നത് നമ്മുടെ MP രാധാകൃഷ്ണൻ, CPM-ൻ്റെ ഏക MP, ബാക്കി 4 പേരുള്ളത് മറ്റുള്ളവരുടെ സഹായത്തിൽ ജയിച്ചതാണ്. CPM-ൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഏക MP രാധാകൃഷ്ണൻ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ച്, രമ്യ ഹരിദാസ് ഇപ്പം ചെറിയ MLA ആണ്, പക്ഷേ നേരത്തെ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ച, അതിനു മുമ്പ് രമ്യ അവിടെ MP ആയിരുന്നു, നിലവിലെ MP-യെ തോൽപ്പിച്ച രാധാകൃഷ്ണൻ കേരളത്തിലെ ദേവസ്വം മന്ത്രിയൊക്കെ ആയിരുന്നു, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയൊക്കെ. അപ്പോൾ രാധാകൃഷ്ണന് തല്ല് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൈ എന്തോ പൊട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും അവരൊക്കെ അവിടെ ചെന്നു, പലരും ചെന്നതെന്തിന്, ഐക്യദാർഢ്യത്തിന്, അത് വേറെ കഥ. മോദിക്കെതിരെ ഉള്ള അല്ലെങ്കിൽ BJP-ക്കെതിരെ കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള നിലയിൽ നുഴഞ്ഞു കയറിയതാണോ, നേരെ കയറിയതാണോ, ഐക്യദാർഢ്യത്തിന് പോയതാണോ, അതൊക്കെ വേറെ കഥ. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു സമരം, ചെറുപ്പക്കാരുടെ സമരം, അത് അവരുയർത്തുന്ന വിഷയം വളരെ ജെനുവിനായ ഒരു 1-2 വിഷയങ്ങളുണ്ട്. അതിൽ BJP കാണിക്കുന്ന ഒരു സമീപനം, BJP എന്നല്ല എല്ലാ ഗവൺമെൻറ്റുകളും ഇങ്ങനത്തെ ചില സമീപനങ്ങൾ കാലാകാലങ്ങളിൽ എടുത്തിട്ടുണ്ട്. അത് ശരിയല്ല. അവർ സമരം ചെയ്യുന്നെങ്കിൽ സമരം ചെയ്യട്ടെ. അവരെ വിളിക്കുകയും ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ച ചെയ്ത് വിഷയങ്ങൾ തീർക്കുകയുമാണ് വേണ്ടത്. തല്ലി തീർത്താൽ എത്ര കാലം തല്ലും, എത്ര പേർ കൊല്ലും, എത്ര പേർ ജയിലിൽ പോകും. തല്ലി തീർത്ത സമരങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. അങ്ങനെ തല്ലി തീർത്തിട്ടുണ്ടെങ്കിൽ, തല്ല് കൊണ്ടവർ പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ ആരും തല്ല് കൊള്ളാൻ വന്നിട്ടില്ല എങ്കിലും ഈ തല്ല് ജനാധിപത്യ ജനതയുടെ മനസ്സിൽ നിൽക്കും. അവർ അവസരം കിട്ടുമ്പോൾ കൃത്യമായിട്ട് പ്രതികരിക്കും. അതവർ വോട്ടിലൂടെ ആയിരിക്കാം, വോട്ട് ബഹിഷ്കരിച്ചിട്ടുണ്ടായിരിക്കാം, പല രൂപത്തിലായിരിക്കാം, പക്ഷേ അത് പ്രതികരിച്ചിരിക്കും. അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ഞാൻ പറയുന്നതല്ല. നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലം, അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസ് 30 വർഷം, അതായത് 47-ൽ വന്ന് 77ഓടുകൂടി കോൺഗ്രസിൻ്റെ പതനം ആയി. അതുപോലെ ഓരോ പാർട്ടിയെ നിങ്ങളെടുത്ത് നോക്കൂ. BJP-യും ഇപ്പോൾ അവരുടെ വസന്തകാലമാണ്, 3ാമത്തെ ടേമാണ്. അവർ 47-ലെ വികസിത ഭാരതമൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ടേം ഭരിക്കണം? അതെല്ലാം പറയുമ്പോൾ ഈ ജനാധിപത്യ ധ്വംസനമാണ് ഇതെങ്കിൽ കാലം അതെങ്ങനെ വിലയിരുത്തുമെന്ന് നമുക്കറിയില്ല. ധനേഷ് രവീന്ദ്രനാടാണ് ഐക്യദാർഢ്യം. കാരണം കാലം തന്നെ തെളിയിക്കട്ടെ ഇതെങ്ങനെയാണ്. ശരി തെറ്റുകൾ കാലം പറയട്ടെ. ഞാൻ ലാസ്റ്റ് വാക്ക് പറഞ്ഞ് നിർത്തും. ടിയാൻമെൻ സ്ക്വയറിൽ അങ്ങനെ സ്വാതന്ത്ര്യം ചോദിച്ചുകൊണ്ട് അടിച്ചമർത്തിയ ഭരണകൂടം, പിന്നെയാണ് ഭരണകൂടത്തിന് മനസ്സിലായത് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലടക്കം കിട്ടുന്ന വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അടിച്ചുപൊളി സ്വാതന്ത്ര്യമൊക്കെ ചൈനയിൽ അനുവദിച്ചു. അത് സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിന് എതിരായിരുന്നു. പലപ്പോഴും സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിനും അവർ ഉയർത്തിക്കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും എതിരായിട്ട് പോലും ചൈന സാവധാനത്തിൽ ആ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു. നമുക്കിത് പാഠമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന സമരം ശരിയോ തെറ്റോ എന്നുള്ളത് വീണ്ടും അവസാനമായി കാലം തന്നെ തെളിയിക്കട്ടെ.